ഐതിഹ്യമാല കഥകൾ ചെമ്പകശ്ശേരി രാജാവ് ഭാഗം 1. ദരിദ്രനായ ഒരു ഉണ്ണി രാജാവായി തീർന്ന കഥ. പണ്ട് ഏറ്റുമാനൂരിനടുത്തുള്ള കുമാരനല്ലൂർ പ്രദേശത്ത് ഒരു നമ്പൂരി ഉണ്ടായിരുന്നു. പുളിക്കൽ ചെമ്പകശ്ശേരി എന്ന തൻ്റെ ഇല്ലപ്പേരിലാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത്. ആ ഇല്ലത്ത് ഒരു കാലത്ത് വിധവയായ ഒരന്തർജനവും അവരുടെ ഉണ്ണിയും താമസിച്ചിരുന്നു. അതികലശലായ ദാരിദ്ര്യം കൊണ്ട് അവർ ബുദ്ധിമുട്ടിയിരുന്നു. ഉണ്ണിയുടെ ഉപനയനം കഴിഞ്ഞു. ഉണ്ണി ബ്രഹ്മചാരിയായി വേദാധ്യയനം ചെയ്തിരുന്ന സമയമായിരുന്നു. അപ്പോൾ ഒരു ദിവസം മധ്യാഹ്ന സമയത്ത് അന്യനാട്ടുകാരായ കുറേ നായർ പടയാളികൾ അവിടെ എത്തിച്ചേർന്നു. അവരുടെ കയ്യിൽ ആയുധങ്ങൾ ഉണ്ടായിരുന്നു. അവർ 2-3 ദിവസമായി ഭക്ഷണം കഴിക്കാത്തതിനാൽ വളരെ ക്ഷീണിതരായിരുന്നു. അവർ കോഴിക്കോട്ട് രാജാവും കൊച്ചി രാജാവും തമ്മിലുണ്ടായ യുദ്ധത്തിൽ പരാജയപ്പെട്ട് പ്രാണരക്ഷാർത്ഥം ഓടിവന്ന സൈനികരായിരുന്നു. അവർ കുമാരനല്ലൂർ വന്നപ്പോൾ ബ്രഹ്മചാരികളായ കുറേ ഉണ്ണികൾ കുളക്കടവിൽ നിന്ന് കയറിപ്പോകുന്നതായി കണ്ടു. ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ട് കുറേ ദിവസമായി. എവിടെ ചെന്ന് ചോദിച്ചാലാണ് ഞങ്ങൾക്ക് ഒരു നേരത്തെ ആഹാരം കിട്ടുന്നത്? സൈനികർ ആ ഉണ്ണികളോട് ചോദിച്ചു. ആ നേരത്ത് പുളിക്കൽ ചെമ്പകശ്ശേരിയിലെ ദരിദ്രനായ ഉണ്ണി അതുവഴി വരുന്നുണ്ടായിരുന്നു. സൈനികരുടെ ചോദ്യത്തിന് ഉത്തരമായി ചില ഉണ്ണികൾ ഒന്നും മിണ്ടാതെ പോയി. പക്ഷേ മറ്റു ചില ഉണ്ണികൾ ഉണ്ണിയെ മനഃപൂർവ്വം കളിയാക്കുന്നതിനായിട്ട് സൈനികരോട് ആ ഉണ്ണി വളരെയധികം സമ്പത്തുള്ള ഇല്ലത്തെയാണെന്നും അദ്ദേഹത്തോട് ചോദിച്ചാൽ നിങ്ങൾക്ക് ആവശ്യമുള്ള സഹായമെല്ലാം ചെയ്യും എന്നും പറഞ്ഞു. സൈനികർ ഇത് വിശ്വസിച്ച് ബ്രഹ്മചാരിയായ ഉണ്ണിയുടെ അടുക്കൽ ചെന്ന് വന്ദിച്ച് ഞങ്ങൾക്ക് ഭക്ഷണത്തിന് വല്ലതും തരണമെന്ന് അപേക്ഷിച്ചു. തൻ്റെ കൂട്ടുകാർക്ക് തന്നോടുള്ള പുച്ഛവും പരിഹാസവും മനസ്സിലാക്കിയ ഉണ്ണി തനിക്ക് ആകെ ഉണ്ടായിരുന്ന തൻ്റെ കഴുത്തിൽ കിടന്നിരുന്ന പുലിനഖമോതിരം അഴിച്ച് ആ ഭടന്മാർക്ക് കൊടുത്തു. അത് വിറ്റ് അരിയും മറ്റു സാധനങ്ങളും വാങ്ങി ഇപ്പോഴത്തെ ഭക്ഷണം കഴിക്കുവാനും വൈകുന്നേരത്തേക്ക് താൻ വേറെ വഴി കണ്ടെത്തിത്തരാം എന്ന് പറയുകയും ചെയ്തു. ഊണ് കഴിച്ച് വേഗത്തിൽ വരണമെന്നും കാണാതെ പോയി കളയരുത് എന്നും പറഞ്ഞയച്ചു. ഭടന്മാർ പുലിനഖമോതിരം വിറ്റ് അവശ്യ സാധനങ്ങൾ വാങ്ങി പാകം ചെയ്ത് വിശപ്പടക്കി. അതിനുശേഷം തങ്ങൾക്ക് ഇപ്രകാരം സഹായം ചെയ്ത ഉണ്ണി ഏതില്ലത്തെയാണെന്നും അവിടുത്തെ സ്ഥിതി എന്താണെന്നും അവർ അന്വേഷിച്ചു. ശേഷം അവർ വേഗം തന്നെ ഉണ്ണിയുടെ അടുക്കൽ തിരിച്ചു ചെന്ന് വന്ദിച്ച് നന്ദിപൂർവ്വം ഇനി അടിയങ്ങൾ അങ്ങ് പറയും പോലെ എന്തും ചെയ്തു കൊള്ളാം എന്നറിയിച്ചു. ഇനിമേൽ ഉണ്ണി അവരുടെ തമ്പുരാനും അവർ ഉണ്ണിയുടെ ആശ്രിതരായി ഇരുന്നു കൊള്ളാമെന്നും അറിയിച്ചു. ഉണ്ണി അവരുടെ സ്നേഹ ഉടമ്പടി സ്വീകരിക്കുകയും ചെയ്തു. ശേഷം ഉണ്ണി തൻ്റെ ഇല്ലത്തെ ദാരിദ്ര്യത്തെപ്പറ്റി സൈനികരെ അറിയിച്ചു. പ്രതികാരമെന്നവണ്ണം സഹപാഠികളുടെ ഇല്ലങ്ങളിൽ കയറി കൊള്ളയടിച്ച് അവിടുന്ന് സർവസ്വവും അപഹരിക്കണമെന്ന് അറിയിച്ചു. ഉടനെ ഭടന്മാർ കൽപ്പന പോലെ എന്നു പറഞ്ഞ് ഓരോ ഇല്ലങ്ങളിൽ കയറി കൊള്ളയടിക്കുവാൻ തുടങ്ങി. ചില ഇല്ലങ്ങളിലുള്ളവരെ സൈനികർ കൊല്ലുകയും ചെയ്തു. അങ്ങനെ ദരിദ്രനായ ഉണ്ണിക്ക് വളരെയധികം സ്വത്തുണ്ടായിത്തീർന്നു. ശേഷം ഉണ്ണി തെക്കുംകൂർ രാജാവിൻ്റെ അടുക്കൽ ചെന്ന് തനിക്ക് താമസിക്കുന്നതിന് സ്വന്തമായി സ്ഥലമില്ലെന്നും തനിക്കും തൻ്റെ മാതാവിനും ഒരു പുരയിടം ദാനമായിട്ട് തരണമെന്നും അപേക്ഷിച്ചു. രാജാവ് ഇത് കേട്ടിട്ട് ഉണ്ണിക്ക് പുരയിടം ദാനം നൽകുന്നതിനായി തീരുമാനിച്ചു. ഉണ്ണിക്ക് ഒരു ദിവസം കൊണ്ട് വെട്ടിയെടുക്കാവുന്നിടത്തോളം വിസ്താരത്തിൽ രാജ്യത്തിനകത്ത് എവിടെയെങ്കിലും ഒരു പുരയിടം വെട്ടി വളച്ചെടുത്തുകൊള്ളുവാൻ നിർദ്ദേശിച്ചു. എന്നാൽ ഉണ്ണി രാജാവിനോട് വാക്ക് പറഞ്ഞാൽ പോരാ, എനിക്ക് രാജാവ് പറഞ്ഞതിന് തെളിവായി ഉറപ്പിനായി ഒരു പ്രമാണം എഴുതിത്തരണം എന്നറിയിച്ചു. രാജാവ് തൻ്റെ മന്ത്രിയായ പുതിയിടത്തിൽ ഉണ്യാതിരിയെ വരുത്തി ഉണ്ണിക്ക് മേൽപ്പറഞ്ഞ പ്രകാരം ഒരു നീട്ടെഴുതി കൊടുക്കാൻ ആജ്ഞാപിച്ചു.
പക്ഷേ ബുദ്ധിമാനായ മന്ത്രി രാജാവിനോട് പറഞ്ഞു, ഈ ഉണ്ണിയുടെ മുഖലക്ഷണം കണ്ടിട്ട് ഉണ്ണി അത്ര നിസ്സാരക്കാരനല്ലെന്ന് തോന്നുന്നു. ഇങ്ങനെ ഒരു ഉടമ്പടി ഉണ്ണിക്ക് നൽകിയാൽ വാമനമൂർത്തിക്ക് 3 അടി ദാനം നൽകിയ മഹാബലിയെപ്പോലെ ആകും എന്ന് രാജാവിനെ ഓർമ്മിപ്പിച്ചു. എന്നാൽ രാജാവ് അതത്ര കാര്യമാക്കിയില്ല. ശേഷം മന്ത്രി ഉണ്ണിയുടെ ആവശ്യപ്രകാരം പ്രമാണം ഉണ്ടാക്കുകയും രാജാവ് ഒപ്പും മുദ്രയും വെച്ച് ഉണ്ണിക്ക് നൽകുകയും ചെയ്തു. ശേഷം ഉണ്ണി ഒരു ഉടവാളുമായി പുറപ്പെട്ട് കുമാരനല്ലൂർ പടിഞ്ഞാറ്റും ഭാഗമെന്ന് പറഞ്ഞു വന്നിരുന്ന പ്രദേശത്തിനു ചുറ്റും വാളുകൊണ്ട് വെട്ടി പ്രദക്ഷിണമായിട്ട് വന്നു. അങ്ങനെ വെട്ടിയെടുത്ത സ്ഥലം മുഴുവനും ഉണ്ണി കൈവശപ്പെടുത്തുകയും ചെയ്തു. ഉടവാളുകൊണ്ട് വെട്ടിയെടുത്ത സ്ഥലം പിന്നീട് ഉടവാളൂർ, ക്രമേണ കുടമാളൂർ എന്നും അറിയപ്പെട്ടു. ശേഷം ഉണ്ണി ഒരു ഭവനം പണിത് അതിനു ചുറ്റും ഒരു കോട്ട കെട്ടി തൻ്റെ മാതാവും ഒന്നിച്ച് അവിടെ സ്ഥിരതാമസം ആക്കുകയും ചെയ്തു. കൂടാതെ ഭടന്മാർ ഓരോ സ്ഥലങ്ങളിൽ പോയി കൊള്ള ചെയ്തു കൊണ്ടുവന്ന ധനം കൊണ്ട് അദ്ദേഹത്തിന് ധാരാളം സമ്പാദ്യമുണ്ടായി. ശേഷം ആ ദേശത്തിൻ്റെ ആധിപത്യത്തോടും രാജപദവിയോടും കൂടി ആ ഉണ്ണി സൈന്യസമേതം അവിടെ താമസിച്ചു തുടങ്ങിയതു മുതൽ അദ്ദേഹം പുളിക്കൽ ചെമ്പകശ്ശേരിയിലെ കൊച്ചുതമ്പുരാൻ എന്നറിയപ്പെട്ടു തുടങ്ങി. പിന്നീട് അദ്ദേഹത്തെ ചെമ്പകശ്ശേരി രാജാവ് എന്ന് വിളിച്ചു. അങ്ങനെ ചെമ്പകശ്ശേരി നമ്പൂതിരി ചെമ്പകശ്ശേരി രാജാവായി തീർന്നു.